ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ദിവസേനയുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ്. ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ ഇലക്ഷൻ ഉറപ്പാക്കണമെങ്കിൽ നമുക്ക് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമാണ്. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ച 15. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 15. ആർട്ടിക്കിൾ ചോദിച്ചാലോ? ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ 324. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ നിലവിൽ വന്ന വർഷം, മാസം, തീയതി ഇമ്പോർട്ടന്റ് ആണ്. 1950 ജനുവരി 25 കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. അതുപോലെ ഈ ജനുവരി 25 എന്നത്, അതായത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ഡേറ്റ് ആയ ജനുവരി 25 നമ്മൾ ദേശീയ സമ്മതിദായക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ദേശീയ സമ്മതിദായക ദിനം എപ്പോഴാ? ജനുവരി 25. ഈ ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ നിർവാചൻ സദൻ. അതായത് നമുക്കൊരു ഇലക്ഷൻ കഴിഞ്ഞാൽ ആര് ജയിക്കും നിർവചിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പോ നമുക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ നിർവാചൻ സദൻ എന്ന് പറയാം. 1989 ഇലക്ഷൻ കമ്മീഷനിൽ ഏകാംഗമായിരുന്നു, ഒരു ഏകാംഗ സമിതിയായിരുന്നു 1989 ഇലക്ഷൻ കമ്മീഷൻ. പിന്നീട് അത് ബഹു അംഗ കമ്മീഷനായി മാറുന്നുണ്ട്. വീണ്ടും ഏകാംഗ കമ്മീഷൻ ആവുന്നു. അങ്ങനെ 1993 കൂടി വീണ്ടും ബഹു അംഗ കമ്മീഷൻ ആവുന്നു. ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനിലെ മെമ്പേഴ്സ് നമ്മൾ പറഞ്ഞു 3 പേര് അല്ലെ? ആരൊക്കെയാ? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടാവും, പിന്നെ രാഷ്ട്രപതി നിശ്ചയിക്കുന്ന മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ടാവുക. പക്ഷെ നിലവിൽ എത്ര പേരുള്ളത്? 3 ഒന്ന് മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട്, അതുപോലെ രാഷ്ട്രപതി നിശ്ചയിച്ച 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ഉണ്ട്. അപ്പൊ ഇവരെ നിയമിക്കുന്നത് നമുക്ക് പറഞ്ഞല്ലേ, രാഷ്ട്രപതിയാണ് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ 3 മെമ്പേഴ്സിനെ നിയമിക്കുന്നതാരാ? രാഷ്ട്രപതി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണറെ അറിയണ്ടേ? ആരാ? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. അതുപോലെ മറ്റ് 2 അംഗങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ സുഖ്ബീർ സിംഗ് സന്ധുവും ജ്ഞാനേഷ് കുമാറും. നോട്ട് ചെയ്യണം, ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സുഖ്ബീർ സിംഗ് സന്ധുവും ജ്ഞാനേഷ് കുമാറുമാണ് മറ്റ് 2 അംഗങ്ങൾ. അതുപോലെ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെക്കാളും കൂടുതൽ അധികാരമൊന്നും നമ്മുടെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറിന് ഇല്ല. ഓക്കെ, അപ്പോൾ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനും ഒരേ അധികാരമാണ്. അങ്ങനെ ഇന്നയാള് കുറച്ച് ഹൈ പൊസിഷൻ അങ്ങനത്തെ ഒരു വ്യത്യാസമൊന്നും അവിടെ ഇല്ല. 3 പേർക്കും തുല്യ അധികാരമാണ്. ഓക്കെ, ഇനി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. 3 പേരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഭിപ്രായ വ്യത്യാസം കാണും അവിടെ അല്ലെ? എന്തിന്റെങ്കിലും കാര്യത്തിൽ ഒരു ഇലക്ഷൻ നടത്തുന്നതോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാല് ഇവിടെ നമ്മൾ നോക്കുന്നത് ഭൂരിപക്ഷം. ഇവിടെ ഭൂരിപക്ഷം വന്നാൽ എങ്ങനെയേ വരുള്ളൂ? 2 പേര് അല്ലെ? ഏതെങ്കിലും 2 പേർക്ക് ഒരേ അഭിപ്രായം ഉണ്ടെങ്കിൽ അതായിരിക്കും അവിടുത്തെ തീരുമാനമായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഈ ഇലക്ഷൻ കമ്മീഷണർ ഹെൽപ്പിന് വേണ്ടിയിട്ട് റീജിയണൽ കമ്മീഷണേഴ്സിനെ നിയമിക്കാനുള്ള അധികാരവും പ്രസിഡന്റിനുണ്ട്. ഓക്കെ, അപ്പൊ ഇവർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് റീജിയണൽ കമ്മീഷണേഴ്സിനെ രാഷ്ട്രപതിക്ക് നിയമിക്കാൻ പറ്റും. അതുപോലെ സേവന കാലാവധി വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നതും പ്രസിഡന്റാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചു, ഈ മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെയും കമ്മീഷണേഴ്സിനെയും നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അതുപോലെ ഇവരുടെ സേവന കാലാവധി വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് പ്രസിഡന്റാണ്. റീജിയണൽ കമ്മീഷണേഴ്സിനെ പോലും നിയമിക്കാനും ഉള്ള അധികാരം ആർക്കാണ്? ഇവിടെ പ്രസിഡന്റിനാണ്. പിന്നെ 3 പേർക്കും, അതായത് മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനും തുല്യ ശമ്പളമാണ്. എന്നിലും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ശമ്പളത്തിന്റെ കാര്യത്തിലും വേണ്ടല്ലോ. ഓക്കെ, അപ്പോൾ തുല്യ ശമ്പളമാണ് 3 പേർ. വേതനം പറഞ്ഞല്ലേ? അപ്പൊ എത്രയായിരിക്കും ഇവരുടെ വേതനം എന്ന് പറയുന്നത്? 2,50,000 3 പേർക്കുള്ള വേതനം. അപ്പൊ 3 പേർക്കും തുല്യ വേതനമാണ്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ 2,50,000. ഇനി ഫസ്റ്റ് ലോക്സഭ ഇലക്ഷൻ നടന്ന വർഷം ചോദിച്ചാൽ 1951 1952 എടുക്കും. അപ്പൊ 51 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് ഇലക്ഷൻ നടക്കുന്നത്. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ അധികവും കണ്ടിട്ടുള്ളത് 1952 ആണ്. എന്നാലും അറിഞ്ഞു വെക്കുക, 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ. അപ്പൊ ഏത് സ്റ്റേറ്റിലാണ്, ഏത് സംസ്ഥാനത്താണ് ആദ്യത്തെ ഇലക്ഷൻ നടന്നതെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്. അതുപോലെ ആദ്യത്തെ വോട്ടർ ആരാ? ശ്യാം ശരൺ നേഗി. ആദ്യത്തെ വോട്ടറാണ് ശ്യാം ശരൺ നേഗി.
അപ്പോൾ എത്ര സീറ്റിനാണ് മത്സരിച്ചത്? എത്ര സീറ്റ് ഉണ്ടായിരുന്നു മത്സരിക്കാൻ? 489 സീറ്റിലായിട്ടായിരുന്നു മത്സരം ഉണ്ടായത്. അതുപോലെ കോൺഗ്രസിന് ലഭിച്ച സീറ്റ് അല്ലെ, ഏറ്റവും കൂടുതൽ ലഭിച്ചത് കോൺഗ്രസിനായിരുന്നു. കോൺഗ്രസിന് ലഭിച്ച സീറ്റ് എന്ന് പറയുന്നത് 364. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് കാലാവധി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻസിന്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇനി ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയും മുഖ്യ ഇലക്ഷൻ കമ്മീഷണറെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്. നിയമിക്കുന്നത് പ്രസിഡന്റ് പഠിച്ചു. റീജിയണൽ ഓഫീസേഴ്സിനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പഠിച്ചു. പിന്നെ വേതനവും സേവന വ്യവസ്ഥകൾ നിശ്ചയിക്കുന്നത് പ്രസിഡന്റ്. അതുപോലെ നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ്. നിയമനശേഷം സേവന വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഒരു മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ നിയമിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സേവന വേതന വ്യവസ്ഥ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല, ഓൾറെഡി ഫിക്സ്ഡ് ആണ്. നെക്സ്റ്റ്, ചീഫ് ഇലക്ഷൻ ഓഫീസർ ശുപാർശയില്ലാതെ ഇലക്ഷൻ കമ്മീഷണർ അല്ലെങ്കിൽ റീജിയണൽ ഇലക്ഷൻ കമ്മീഷണറെയോ നീക്കം ചെയ്യാൻ സാധിക്കില്ല. അതായത് മുഖ്യ ഇലക്ഷൻ കമ്മീഷണറിന്റെ ശുപാർശ എന്ന് പറയാൻ പാടില്ല, ശിപാർശ, മലയാളത്തിൽ അതാണ് കറക്റ്റ്, നോട്ട് ദി പോയിന്റ്. ശിപാർശ ഇല്ലാതെ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയോ അല്ലെങ്കിൽ റീജിയണൽ ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയോ നീക്കം ചെയ്യാൻ സാധിക്കുന്നതല്ല. യോഗ്യത, ഇലക്ഷൻ കമ്മീഷണേഴ്സിന്റെ യോഗ്യതയെ കുറിച്ചിട്ട് ഭരണഘടനയിൽ പരാമർശമില്ല. അതുപോലെ കാലാവധി, അംഗങ്ങളുടെ കാലാവധിയും വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ കാലാവധിയാണ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പറഞ്ഞത്. അതുപോലെ ഈ അംഗങ്ങൾ, ഇലക്ഷൻ കമ്മീഷണേഴ്സിലെ അംഗങ്ങളുടെ കാലാവധി ഭരണഘടന വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ വിരമിച്ചാല്, അപ്പൊ ഇലക്ഷൻ കമ്മീഷണേഴ്സ് വിരമിച്ചാല് തുടർ നിയമനത്തിൽ നിന്ന് വിലക്കില്ല. തുടർ നിയമനത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ഭരണഘടന. അവർക്ക് വേണമെങ്കിൽ വേറെ പൊസിഷനിലോട്ട് തുടരാൻ പറ്റുന്നതായിരിക്കും. ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.